പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽകാല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും ദൈവസന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യാൽ ക്രൈസ്റ്റ് ബ്ലസ്സസിലൂടെ എൻ്റെ സാക്ഷ്യം ദേശത്തിൽ അറിയിക്കപ്പെടുവാൻ ഈ അവസരം ഒരുക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. എൻ്റെ പേര് ഡോക്ടർ സദാനന്ദൻ എന്നാണ്. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ലോകപരമായ വലിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഞാൻ. അതൊന്നും ഇപ്പോൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ നാട്ടിലെ പഴക്കവും ഒക്കെ ഓർത്ത് ലോകമനുഷ്യനായിട്ട് അങ്ങ് ജീവിക്കുകയായിരുന്നു. അടിപിടികളും അതോടൊപ്പം തന്നെ ഗുസ്തിയും ഗുണ്ടായുസവും ഒക്കെ കളരിപ്പയറ്റും ഒക്കെ ആയിട്ട് കടന്നു പോയ ഒരു ജീവിതം, രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ മറ്റ് പല പ്രവൃത്തികളും. എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കുന്ന ഒരു ജീവിതമായി എന്നെ മാറ്റുവാൻ ഇടയായതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ആ വിധത്തിൽ ഞങ്ങൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉളവാക്കിയിരുന്ന ഒരു ജീവിതമാണ്. അടിപിടി കേസുകളും പ്രശ്നങ്ങളും എല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി ദൈവം എന്നെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് എടുപ്പാൻ ഇടയായി. അത് ദൈവത്തിൻ്റെ കരുണ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ എന്നെ ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. 4 ആണുങ്ങളും ഒരു പെണ്ണും, മൂത്ത സഹോദരി. എൻ്റെ അപ്പൻ ഡോക്ടറായിരുന്നു, എൻ്റെ മൂത്ത ബ്രദർ ഡോക്ടറായിരുന്നു. ഇതൊക്കെ കുടുംബ പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. സ്തോത്രം. ഭീകരമായ ചില പ്രവൃത്തികൾ ചെയ്തു. എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ എന്നെ സൂക്ഷിച്ച് പരിപാലിപ്പാൻ ഇടയായി. ഞാൻ ഈ വിധത്തിൽ ജീവിതം നൊട്ടോറിയസ്, ഇംഗ്ലീഷ് വാക്കതാണ് ഞാൻ പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. നൊട്ടോറിയസ് ലൈഫ് ഞാൻ നയിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു നാൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഞാൻ ഇന്നത് വിശ്വസിക്കുന്നു, കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാനിടയിൽ ആരും എന്നെ പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ രക്ഷയിലേക്ക് വന്നതല്ല. ദൈവം എന്നെ കണ്ടു. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിനെ അടിച്ചിട്ടതുപോലെ ദൈവം എന്നെ കൈകാര്യം ചെയ്തു. അതിലൂടെ ഞാൻ ലോകപരമായ അവസ്ഥകളിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ ഇടയായി. സ്തോത്രം. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞാൻ ഈ വിധത്തിൽ നിന്ന് മെഡിസിനെല്ലാം കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് വിവാഹാലോചന വന്നതും എൻ്റെ പ്രിയപ്പെട്ടവളുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കുകയും കുറേ നാൾ ഞങ്ങൾ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു. അതിനുശേഷമാണ് വിവാഹം നടന്നത്. 1980 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഡോക്ടർ പുഷ്പരാജ്, സേലം പുഷ്പരാജിൻ്റെ ഒരു മീറ്റിങ്ങിൽ വെച്ച് അന്ന് അദ്ദേഹത്തെ കണ്ടുമുട്ടുവാനിടയായി. ആ ഇതിൽ അദ്ദേഹം ഒന്നും എൻ്റെ അടുത്ത് സുവിശേഷം ഒന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ധാരണയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്ന ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ തലയെ കഴിച്ചൊന്ന് പ്രാർത്ഥിച്ചു വിട്ടു, ഒരു സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് MLA ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. കാരണം രാഷ്ട്രീയവും എല്ലാം കൂടെ കൊണ്ടുകടന്ന സമയങ്ങളാണ്. ആ സമയത്ത് അന്ന് രാത്രി ഞാൻ MLA ക്വാർട്ടേഴ്സിൽ കിടന്നിറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുവാൻ തുടങ്ങി. എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനമോ ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. സ്തോത്രം. എൻ്റെ സകല പാപങ്ങളും ഒരു സ്ക്രീനിൽ, ഇങ്ങനെ സിനിമ സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ കാണുവാനിടയായി. ഞാൻ വിറച്ചുപോയി. സകല പാപങ്ങളും എൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. ഞാനത് കണ്ട് ഭ്രമിച്ച് അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച് എൻ്റെ മേൽ വന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനി ഞാനിതൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അങ്ങ് വെച്ചു. നമ്മൾ പറയാൻ രക്ഷിക്കപ്പെടുകയല്ലേ, മാനസാന്തരപ്പെടുക, അതൊന്നുമല്ല, എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. സ്തോത്രം. അങ്ങനെ ഞാൻ ഭവനത്തെ MLA ക്വാർട്ടേഴ്സിലെ വാസമെല്ലാം നിർത്തി ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് കടന്നുപോയി.
അവിടെ അപ്പോഴ് അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൻ അന്ന് കൊല്ലത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ അമ്മയും ഞാനുമായിട്ട് അവിടെ താമസിക്കുമ്പോൾ അനേക കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടപ്പാനിടയായി. ഞാനൊരു പുതിയ കംപ്ലീറ്റ് ഒരു കൺവേർഷൻ വരണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ രാഷ്ട്രീയമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു, മറ്റ് ഗുണപരിപാടികളെല്ലാം ഒതുക്കി വെച്ചു. നല്ല മനുഷ്യനായി തീരാൻ, നല്ല നടപ്പിനായി ഞാൻ ശ്രമിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് എനിക്ക് വിവാഹാലോചന വന്നത്. ദൈവം അത്ഭുതകരമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ എന്നെ ദൈവം സഹായിച്ചു. എൻ്റെ ഭാര്യ ട്രിവാൻഡ്രത്ത് തിരുമല ആണ് അവരുടെ വീട്. അവിടെ വിവാഹമെല്ലാം നിശ്ചയിച്ചു. അനേകർ പറഞ്ഞു ഇവന് പെണ്ണൊന്നും കെട്ടിച്ചു കൊടുക്കരുത്, പ്രശ്നമാണ്, ഇവനാകപ്പാടെ റൗഡിയാണ്, ആരും ഇവന് പെണ്ണ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ പ്രപ്പോസ്ഡ് വൈഫിനോട് പലരും പോയി പറഞ്ഞു, എന്നോടും പറഞ്ഞു. പക്ഷേ നീ എന്തിനാ ഒരു പെണ്ണിന് ദോഷം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിലെ അവസ്ഥകൾ ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ അവരെ നിശ്ചയിച്ചു, പിതാക്കന്മാർ തമ്മിൽ അത് നിശ്ചയിച്ചു. ഒരു ഇൻസിഡൻറ്റ് ഞാൻ പെട്ടെന്ന് പറയാം. നിശ്ചയിച്ചു. ഒരു ദിവസം എൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയും അവിടെ ഉണ്ട്. അപ്പോൾ അവർ വന്ന് സന്തോഷമായിട്ട് ഞാനുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിച്ച് സന്തോഷമായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ എൻ്റെ അമ്മയും സഹോദരിയും കൂടെ പറഞ്ഞു, ഇവന് കല്യാണം പെണ്ണ് കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ആലോചിച്ചിട്ട് വേണം കെട്ടിച്ചു കൊടുക്കാൻ. പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ട് അവസാനം കരഞ്ഞേച്ച് വീട്ടിലോട്ട് വന്നാൽ ഞങ്ങളെടുത്ത് കാര്യം ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് വരരുത്. എന്ത് നല്ല അമ്മയും സഹോദരിയോ അല്ലേ? ഈ വിധത്തിലാണ് എന്നെക്കുറിച്ചുള്ള ടെസ്റ്റിമണി അവർ പറഞ്ഞത്. അപ്പോഴെൻ്റെ അമ്മായിയപ്പം പറഞ്ഞു, അല്ലെ അത് സാരമില്ല, ഇതേപോലെ ഒരെണ്ണത്തിന് എനിക്കും വേണം എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് പുള്ളി അങ്ങ് പോയി. പക്ഷേ 1980 ഡോക്ടർ പുഷ്പരാജുമായിട്ടുള്ള കണ്ടുമുട്ടൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. മാനസാന്തരപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. ദൈവത്തെക്കുറിച്ച് ചിന്തിപ്പാൻ തുടങ്ങി, ഭാവി ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പാൻ തുടങ്ങി. ഈ വിധത്തിലുള്ള ഒരു സമയങ്ങൾ കടന്നു പോകുമ്പോഴാണ് കല്യാണം നടക്കുന്നത്. 1981 ഫെബ്രുവരി മാസം 9 ഞങ്ങൾ വിവാഹിതരായി. ഞാൻ അടിവരയിട്ടൊരു കാര്യം പറയാം. ഞാൻ എപ്പോൾ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങി അപ്പോൾ മുതൽ ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ തുടങ്ങി. സ്തോത്രം. ദൈവത്തെ എപ്പോൾ ഞാൻ അനുസരിപ്പാൻ തുടങ്ങിയോ അന്നു മുതൽ ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ തുടങ്ങി. സ്തോത്രം. 81 ഫെബ്രുവരി മാസം 9 ഞങ്ങൾ വിവാഹിതരായി. ആക്ച്വലി എൻ്റെ ലൈഫ് തുടങ്ങുന്നത് അന്നു മുതലാണ്. സ്തോത്രം. ആ രാത്രിയിൽ ഞാൻ ദൈവസന്നിധിയിൽ സറണ്ടറായി. എൻ്റെ വൈഫ് ആണ് എൻ്റെ ഗുരുവായി. അത് ദൈവം എനിക്ക് വേണ്ടി തന്നത്. എൻ്റെ മെൻറ്റർ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, എൻ്റെ വേദപുസ്തകം പഠിപ്പിച്ചത്, അതോടൊപ്പം തന്നെ അത് കർത്താവിൻ്റെ വചനം എന്നെ പഠിപ്പിച്ചത്. ആസ് എ ടീച്ചർ, ആസ് എ മെൻറ്റർ ദൈവം എനിക്ക് ദാനമായി തന്നതാണ് എൻ്റെ ഭാര്യ. അവളുടെ പേര് ഡോക്ടർ സുജാത. ഞങ്ങൾ ഒരുമിച്ച് 1981 ഫെബ്രുവരി മാസം 9 ഞങ്ങളുടെ ജീവിതം ആരംഭിപ്പാനിടയായി. അന്നു മുതൽ ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു. സ്തോത്രം. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ജീവിതം നയിച്ചുകൊടുമ്പോൾ 82 കർത്താവ് ഞങ്ങൾക്കൊരു ദർശനം തന്നു. അവൾ ആത്മീയമായി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിച്ചു, അവളോട് സംസാരിച്ചു, എന്നോട് സംസാരിച്ചു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് എന്ന് ഞാനുള്ള ദർശനം തന്നു, ആ വെളിപ്പാട് തന്നു. ഞങ്ങൾ അതിനനുസരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. എന്നിട്ട് ഞങ്ങളൊരു പ്രവർത്തനം ആരംഭിച്ചു. ആദിവാസികളുടെ ഇടയിൽ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് മെഡിക്കൽ കിറ്റുകളെല്ലാം തലയിൽ ചുമന്ന് വനത്തിനകത്തൂടെ ഞങ്ങൾ നടന്നുപോയി. നെയ്യാറ്റിൻകര ഡാം റിസർവോയറിൻ്റെ അപ്പർ സൈറ്റിൽ ആ വനത്തിനകത്താണ്, പുരുവമേല എന്ന് പറയും, ആ സ്ഥലത്ത് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ആ പ്രവർത്തനം, ആ ആദിവാസികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നും ഞങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ നാമം
നാമം മഹിമപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുന്നത് പോലെ ഞങ്ങൾ പോയി. ദൈവം ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു, ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇതിനിടയിൽ അനേക ഭൗതികമായിരിക്കുന്ന വിഷയങ്ങൾ സംഭവിപ്പാനിടയായി. നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ വന്നു. അതൊന്നും ഒരു വിഷയമല്ല. വീട്ടുകാരും നാട്ടുകാരുമെല്ലാം ഞങ്ങളെ എതിർപ്പാൻ തുടങ്ങി. എന്തിനാന്ന് പറയാൻ, വീട്ടിൽ കയറ്റാത്ത അവസരങ്ങളുണ്ടായി. അതിൽ നിന്നെല്ലാം ഞങ്ങളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു. അനേക സ്ഥലങ്ങളിൽ ഞങ്ങളെ ദൈവം അയച്ചു. അവിടെ എല്ലാം ഞങ്ങൾ പോകും. ഒരു കൊച്ചു ക്ലിനിക്ക് തുടങ്ങിയിട്ട് അവിടെ സുവിശേഷ വേല ആരംഭിക്കും. ഇങ്ങനെയുള്ള ഒരു ജീവിത രീതി അങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. സ്തോത്രം. 1990 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ മലബാർ ഏരിയയിലേക്ക് അയപ്പാൻ ഇടയായി. സ്തോത്രം. അതിന് മുഖാന്തരമായി ഒരു ദൈവദാസി ഞങ്ങളോടൊരു ദൂത് പറഞ്ഞു. ഞങ്ങൾക്ക് അതുവരെയും കുഞ്ഞുങ്ങളില്ല. 1990 വരെയും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ഞങ്ങൾ വളരെ ഭാരത്തിലാണ്. അതുകൊണ്ട് ഇനി ട്രിവാൻഡ്രം വിട്ട് പോകണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ ദാസി വീട്ടിൽ വന്ന് ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ പഴയ കാൽവരി ഗോസ്പൽ മിഷൻ്റെ അതിൻ്റെ ആയിരുന്ന ബോസ് പാസ്റ്ററുടെ വൈഫ് ജ്ഞാനസുന്ദരി MLC ഒരു ദൂത് പറഞ്ഞു. എനിക്കത് പറയാതിരിക്കണക്കുള്ള ഞങ്ങളുടെ ലൈഫിൽ. സ്തോത്രം. ആ ദൂത് ഇങ്ങനെയായിരുന്നു: നിങ്ങളെ തിരുവനന്തപുരം പ്രദേശത്ത് നിന്ന് നിങ്ങളെ മാറ്റും, കണ്ണൂരിൽ കൊണ്ടുവന്ന് നിങ്ങളെ പാർപ്പിക്കും. അവിടെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങളും ഇത് ആക്ച്വലി ഞങ്ങൾ വിശ്വസിച്ചില്ല. പക്ഷേ ആ ദൂത് ദൈവം ഞങ്ങളുടെ മേൽ നിറവേറ്റി. 1990 മലബാറിൽ ഞങ്ങളെ കൊണ്ടുപോയി കണ്ണൂർ ജില്ലയിൽ അങ്ങേയറ്റത്ത് കാസർഗോഡിൻ്റെ ബോർഡറിൽ കണ്ണൂരിൽ ഞങ്ങളെ അവിടെ പാർപ്പിച്ചു. അവിടെ പ്രവർത്തനം ആരംഭിച്ചു. സ്തോത്രം. അവിടെ വെച്ചാണ് 11 വർഷം ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു മകളെ തരുവാനിടയായി. സ്തോത്രം. ദൈവം അതാണ്. നന്മയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കിയിട്ടില്ല. ഞങ്ങളെ അനുഗ്രഹിച്ചു. അവൻ നല്ലവനായ ദൈവം ഞങ്ങൾക്ക് മകളെ തന്നു. അവളിപ്പോൾ MBBS എല്ലാം കഴിഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ അവൾ മിഷണറി ഡോക്ടറായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവ് അതിനനുസരിച്ച് ഞങ്ങളെ ജീവിതത്തെ ക്രമീകരിച്ചു. അനേക സംഭവങ്ങൾ ഒരു നേരത്തെ കയറി പറയുകയാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ 46 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന വീട് 44ാമത്തെ വീടാണ്. സ്തോത്രം. മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. മലബാറിൽ താമസിക്കുമ്പോൾ ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടു. നോർത്ത് ഇന്ത്യക്ക് പോകാനായിട്ട്, നോർത്ത് ഇന്ത്യയിൽ ഒറീസയിൽ പോകാനായിട്ട് എന്നോട് സംസാരിച്ചു. അതിനനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങൾ ക്രമീകരിച്ചു. 96 ഞങ്ങൾ ഒറീസയ്ക്ക് കടന്നുപോയി. അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്തോത്രം. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ അനുഭവിപ്പിനിടയായി. ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ മാനസാന്തരത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. എൻ്റെ മാനസാന്തരത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാനിടയായി. കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ ദൈവം ഞങ്ങളെ വഴി നടത്തി. അത്ഭുതകരമായി ഞങ്ങളുടെ മിനിസ്ട്രിയെ, കർത്താവിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തെ ദൈവം മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. അവിടെ അനേക സഭകൾ സ്ഥാപിപ്പാൻ, അനേക പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഞാൻ പറയട്ടെ, ദൈവം അതിനു മുമ്പായിട്ട് തന്നെ എന്നെ അപ്പോസ്തലിക ശുശ്രൂഷകൾക്കായിട്ട് ദൈവം എന്നെ അഭിഷേകം ചെയ്തു. അതിലൂടെ ദൈവത്തിൻ്റെ പ്രവാചക ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ശക്തമായ വെളിപ്പാടുകളിലൂടെയും ദർശനങ്ങളിലൂടെയും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കണ്ണുകൊണ്ട് കാണുവാനും അനുഭവിപ്പാനും ഒക്കെയും ദൈവം എന്നെ സഹായിപ്പാനിടയായി. അനേക സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പഴയ കാലങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. കാരണം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം പഠിക്കുമ്പോൾ എൻ്റെ 17-ാമത്തെ വാക്യം ഇതാണ്. ഹിസ്കിയാവിനെ വിടുവിച്ച് ഹിസ്കിയാവ് പറഞ്ഞതാണ്, എൻ്റെ സകല പാപങ്ങളെയും നീ നിൻ്റെ പിന്നിലേക്ക് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് കൂടി ചേരുമ്പോൾ എൻ്റെ സകല പാപങ്ങളെയും സകല അനർത്ഥങ്ങളെയും ക്ഷമിച്ച്
ദൈവം ഇനി ഒരിക്കലും മടങ്ങി വരാത്ത വിധത്തിൽ എൻ്റെ പാപങ്ങളെ എറിഞ്ഞു കളയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവം പൂർണ്ണമായി പാപങ്ങളെ ക്ഷമിച്ചു തന്നു, എന്നെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു. സ്തോത്രം. അനേക ശുശ്രൂഷകൾ എനിക്ക് തരുവാനിടയായി ശക്തമായി. അതോടൊപ്പം തന്നെ ദൈവം എന്നോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. നീ ഒരിക്കലും സമ്പത്തിന് വേണ്ടി നീ ശുശ്രൂഷിക്കരുത്. നിനക്ക് ആവശ്യമായിരിക്കുന്നത് ഞാൻ നിനക്ക് തരും. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവം എന്നോട് സംസാരിച്ച ദൈവശബ്ദം കേട്ടതാ. അനേക സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട് സംസാരിപ്പാൻ തുടങ്ങി. അങ്ങനെ ശുശ്രൂഷകളും മുന്നോട്ട്. ഇതിനിടയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത്ഭുത രോഗസൗഖ്യം. ഒരിക്കലും ഞാൻ ബസ്സിൽ യാത്ര ചെയ്തു ഇറങ്ങാൻ സമയത്ത് ഞാൻ ബസ്സിൽ നിന്ന് തെറിച്ചു പോയി, തലകൂത്തനാ വീണു. ആരുമില്ല സഹായിപ്പാൻ. അവർ മെഡിക്കൽ കോളേജിൽ എന്നെ എടുത്തുകൊണ്ട് പോയി. അത് നോക്കി, ഒന്നുമില്ല, കുഴപ്പമില്ല. പക്ഷേ കൈ തിരിഞ്ഞു പോയി. അത് ഡോക്ടർമാർ പറഞ്ഞത് ഒന്നുമില്ല, ഇനി സാരമില്ല. പക്ഷേ അതിനെ ഞാനൊരു ആരാധനയിലിരുന്നു. കർത്താവിനെ ആരാധിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് ആ കൈ നിവരുവാനിടയായി, വലത്തെ കൈ നിവരുവാനിടയായി. അങ്ങനെ ഒരു സംഭവം. ഒരിക്കൽ 21 ദിവസം ഉപവാസത്തിലിരിക്കുമ്പോൾ എൻ്റെ നട്ടലിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ഈ വലത്തേക്കാല് നടക്കാൻ കഴിയത്തില്ല. ദിവസം ഉപവാസത്തിൻ്റെ 15ാമത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഞാൻ കിടന്നെടുത്തുനിന്ന് എന്നെ പോക്കി വെയിറ്റ്ലെസ് ആയിട്ട് ഞാൻ പൊങ്ങി ഇങ്ങനെ നിൽക്കുക, കട്ടിലിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ 2-3 പേരിങ്ങനെ വന്ന് ഒരു തിയേറ്റർ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ കാണുകയാണ്. അവിടെ നേഴ്സുമാർ, 2 നേഴ്സുമാരുണ്ട്, 2 ഡോക്ടേഴ്സുണ്ട്, എല്ലാം ഉണ്ട്. അവരിങ്ങനെ നിൽക്കുകയാണ് അവരുടെ വേഷത്തിൽ. അപ്പോഴും കാണാം എൻ്റെ വയറ് ഇങ്ങനെ ഓപ്പണാക്കുക. ഓപ്പണായതും ഒരു അദൃശ്യമായ കരം. ഇപ്പോഴും പറയുമ്പോൾ അതിൽ വളരെ എന്തുവരെ പറയുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് വർണ്ണിപ്പാൻ കഴിയത്തില്ല. ആ വിധത്തിലുള്ള ഒരു കരം ഇങ്ങനെ വന്ന്, ദൈവത്തിൻ്റെ കരം വന്ന്, ദൈവം ഒരു സർജിക്കൽ ഫോഴ്സസ് കൊണ്ട് അതിനകത്തുള്ള ഒരു ഞരമ്പിനെ ഇങ്ങനെ വലിച്ചിങ്ങനെ നീട്ടുന്നത് ഞാൻ കാണാനിടയാണ്. ആ നിമിഷത്തിൽ തന്നെ എനിക്ക് ബോധം, ഞാൻ സുഖമായി, വെയിറ്റ്ലെസ് ശരീരം, അത് ഞാൻ കട്ടിലിങ്ങനെ കിടക്കുക. അങ്ങനെ സുഖമായി ആ ഒരു അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം എനിക്ക് ദൈവം തരുവാനിടയായി. അത് ദൈവം ചെയ്ത ഉപകാരങ്ങളാണ്, ദൈവം ചെയ്ത നന്മകളാണ്. അതോടൊപ്പം തന്നെ 2012 ഞാൻ വിദേശ യാത്രയിലായിരുന്നപ്പോൾ എനിക്കൊരു പനി പിടിച്ചു. ഞാൻ വേഗത്തിൽ നാട്ടിലേക്ക് വന്നു. അത് ഡെങ്കിയായിരുന്നു. ഡെങ്കിപ്പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ആ ഒരു കാലഘട്ടം 7.5 മാസം ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടപ്പാനിടയായി. അനേകർ മരിച്ചെടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. മരിച്ച് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കാണുവാനിടയായി. പക്ഷേ ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. ഞാൻ ICUവിൽ കിടക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വിടുവിക്കും. സ്തോത്രം. മതി. ഞാൻ പ്രത്യക്ഷത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ദൈവം എൻ്റെ അടുക്കൽ നിൽക്കുന്നത് കാണുവാനും ഇടയായി. അങ്ങനെ ദൈവം എനിക്ക് സൗഖ്യം തന്നു. ആ 7.5 മാസത്തിനിടയിൽ 3 മേജർ പനികൾ, ഡെങ്കിപ്പനി, എലിപ്പനി, ടൈഫോയിഡ്, ഇതെല്ലാം വന്നു. അതിനിടയിൽ 4 മേജർ സർജറി എൻ്റെ ജീവിതത്തിൽ ചെയ്തു. 2 പ്രാവശ്യം എൻ്റെ കിഡ്നി ഓപ്പൺ ചെയ്ത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവം ഉണ്ടായി. പക്ഷെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് ദൈവം അത്ഭുതവാനായ ദൈവം. അതിൽ എൻ്റെ ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതി വരാത്ത വിധത്തിൽ അത്ഭുത രോഗസൗഖ്യം, അത്ഭുതകരമായിട്ടുള്ള വിടുതൽ എൻ്റെ ജീവിതത്തിൽ തരുവാൻ ഇടയായി. ദൈവത്തിൻ്റെ ഈ നാമം മഹിമപ്പെടുവാൻ ഞാനെടുത്ത തീരുമാനങ്ങൾ ഇതാണ്. ഞാൻ ജീവിക്കുന്ന കാലം അത്രയും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ വൈഫും എല്ലാത്തിനും താങ്ങും തണലുമായി എന്നോടൊപ്പം നിന്ന് എന്നെ വചനം പഠിപ്പിച്ച്, പ്രാർത്ഥന പഠിപ്പിച്ച്, ദൈവസന്നിധിയിൽ അത് ജീവിപ്പാൻ എന്നെ പഠിപ്പിച്ച്, നീണ്ട 20 വർഷക്കാലം എനിക്ക് വേണ്ടി, എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ടവളും ഞാനും ഒരുമിച്ച് ദേശങ്ങളിൽ സഞ്ചരിച്ച് ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന്, മരിക്കുന്നതോ ലാഭം എന്ന വചനത്താൽ തന്നെ
ഞാൻ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ അനേക പ്രാവശ്യം വിദേശ രാജ്യങ്ങളിൽ പോയി. ഞാൻ പറയട്ടെ, ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഞാൻ പറയട്ടെ, എൻ്റെ വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കാൻ പോയി അനേക ഘട്ടങ്ങളിൽ കടന്നുപോയി. പക്ഷെ അതൊന്നും എൻ്റെ ധനസമ്പാദനത്തിന് വേണ്ടി ഞാൻ ആയിരുന്നില്ല, മറിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. ഒറീസയിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, മറ്റ് കേരളത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മുന്നോട്ട് നയിപ്പാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഇത്രത്തോളം നടത്തി, ഇത്രത്തോളം ആരോഗ്യം, അത്രത്തോളം ബലം നൽകി. കാലിന് പ്രയാസമുണ്ട്, ആക്സിഡൻസ്, എത്രയോ വിഷയങ്ങൾ കടന്നു വന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ച് അത്ഭുതകരമായി എന്നെ രക്ഷിച്ചു നിർത്തി. എന്തിനാണെന്നറിയാമോ? ഞങ്ങളുടെ നാട്ടിലെ ഭാഷയെ പറഞ്ഞ തെമ്മാടിയും വഷളനുമായിരുന്നവനെ ദൈവം കർത്താവിൻ്റെ സ്നേഹത്താലും ദൈവത്തിൻ്റെ കൃപയാലും മാനസാന്തരത്തിലേക്ക് നയിച്ച കർത്താവിൻ്റെ അപ്പോസ്തലനായി, ശുശ്രൂഷകനായി ദൈവം എന്നെ വിളിച്ച് അഭിഷേകത്താൽ നിറച്ച ദൈവത്തിൻ്റെ പൈതലായി, ദൈവത്തിൻ്റെ ദാസനായി എന്നെ തീർത്തു. ദൈവത്തിൻ്റെ മഹിമ കാണുന്ന സാക്ഷിയായി നിൽപ്പാൻ ദൈവം എന്നെ ഇടയാക്കി. അതിനുവേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിവരാത്ത ഒരു ജീവിതം എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവൾക്കും പൈതലിനും തരുവാനിടയായി. ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് അയക്കുന്നിടത്തെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. സമ്പാദനത്തിനല്ല, ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ല, ദൈവരാജ്യം മഹിമപ്പെടുവാൻ, ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി കർത്താവ് എത്ര നാൾ അധ്വാനിക്കാൻ പറയുന്നോ അത്രയും നാൾ അധ്വാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ മഹിമ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും എൻ്റെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിക്ക് ദൈവരാജ്യമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നിൽപ്പാനും കർത്താവ് അനുവദിക്കുന്ന കാര്യാദികൾ, പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകളെല്ലാം നടപടിയായി നിവർത്തിപ്പാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാനും ഏവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ സാക്ഷ്യം ഞാനിവിടെ നിർത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ ഒരു സാക്ഷ്യം രേഖപ്പെടുത്തിയ എൻ്റെ പ്രിയപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ അനീസ് സ്റ്റാൻലിസ് പാസ്റ്ററെയും കുടുംബത്തെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.